ഹലോ ഗായ്സ്, സാമ്രാജ്യം വ്ലോഗിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ അപ്പൊ ഇന്ന് നമ്മൾ ഊട്ടിയിലെ ഒരു പുതിയ ഹിഡൻ സ്പോട്ട് കണ്ടെത്തിയിരിക്കുകയാണെങ്കിൽ ആ ഹിഡൻ സ്പോട്ടിനെ പറ്റി കൂടുതൽ വാക്കുകൾ പറയാനായി നമ്മൾ വേദിയിലിരിക്കുന്ന ജുറൈജ് അവറുകളെയും ലബീബ് അവറുകളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പുതിയൊരു സ്പോട്ടിലേക്ക് നടന്നു നീങ്ങുകയാണ്. എന്താണെന്നില്ല അവിടുത്തെ വിശ്വാസങ്ങൾ? വന്നതാ. നമുക്ക് അവിടെ പോയിട്ട് അപ്പൊ നമ്മൾ ബാക്ക് ടു ട്രക്കിംഗ്. അപ്പൊ പോണ വഴി അതികഠിനമായ ഏരിയയിലൂടെയാണ്. വഴി വെട്ടാണ്. നമുക്ക് വഴി മുന്നൊരുക്കുന്നത് ലബീബാണ്. ലബീബ് പൂണ്ടിരാജ നമ്മളെ മൂപ്പൻ വരുന്നത്. മൂപ്പന് വഴി വെട്ടി കൊടുക്കാണ്. സാറ് ഇവിടെ വേസ്റ്റ് കൊണ്ട് കാടിനെ നശിപ്പിക്കണത്. ഇത് കാടിനെ നശിപ്പിക്കാണ് ആൾക്കാർ. ഹലോ ഓ അങ്ങനെ കേറിപ്പോ. ഓനെ കാലിനൊരു കുഴപ്പമില്ല. എന്നാ ഓനതാ മല അങ്ങനെ കേറിപ്പോ. ഇതെന്താണ്? ഇതൊക്കെ ഇറങ്ങുമാണ്ടേ നടക്കുവോ? സീനാണിയാ സീനാണ്. റിസ്ക് എടുക്കാറത് കജ്ജ് സീനാണ്. ഇവന്റെ കയ്യില് മരിക്കാണ്. ഞാൻ തള്ള സപ്പോർട്ട് ചെയ്യേ. ഒരു കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈ അലക്കരുത് കേട്ടോ. ഇത് ഇങ്ങോട്ട് ഉഗ്ഗൂല. എന്നാ പോരാ പറഞ്ഞു ചൂടാക്കിക്കൊണ്ടേ ലൈൻ കട്ട് പിന്നെന്താ ജത്തിയിലവിടെ ആണോ. ലബീബ് എല്ലാ സഹകരണവും നമ്മളെ ഈ യാത്രയ്ക്ക് ട്രക്കിങ്ങിന് എല്ലാ സഹകരണവും ലബീബിൽ നിന്ന് കിട്ടുന്നുണ്ട്. കേൾക്കുന്നുണ്ട് ഈ ക്യാമറമാനും. റിസ്ക് കൂടി വരികയാണ് കേറും തോറും. എന്തായാലും റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ലബീബിനെ പിന്താങ്ങിക്കൊണ്ടാണ് ഈ ഒരു 10 ജനങ്ങൾ ഞാൻ പോകുന്നത്. ഇതിന്റെ ഡിഗ്രി അങ്ങനെ വയ്യുണ്ടോ? ഇതിനെ നനഞ്ഞു പോകാനൊരു ഗ്യാപ്പൊക്കെ ഉണ്ട്. അന്നാ കേറി ഞാൻ അതിനെ പോകാൻ പറ്റുമോ? പോലീസുകാർ വരുന്നുണ്ടോ? പോലീസുകാർ വന്നിട്ട് ഇവിടെ അവിടെ പോകണമെന്നില്ല. ഇങ്ങോട്ട് ആരും കയറില്ലേ? ഞമ്മളെ കയറിയിട്ടുള്ളൂ. എങ്ങനെ മുട്ടൂട്ട് എന്തായാലും ഇറങ്ങി ഓടിയപ്പോ പച്ചാട്ടോ അതിന്റെ കുട്ടികൾ കിട്ടുക. അതാണ്ടാകുക ഓടയും കേട്ടാ. പോലീസുകാരെ ഒന്ന് വേഗം കയറി ഇറങ്ങിയ ഇറങ്ങിക്കാൻ ഇത് കണ്ടക്കമലക്ക് റിസ്ക് എടുത്ത് കയറിപ്പോയിട്ട് പാറിന്റെ മുകളിൽ കാര്യം കാച്ചൊക്കെ നോക്കട്ടോ. നല്ല മതി. പോലീസുകാരെ നോക്കട്ടെ. ഇന്ന് നോക്കിയാൽ കാണൂലേ? ഇങ്ങോട്ട് കാണൂലല്ലോ. ഇങ്ങോട്ട് കാണൂല. ഇല്ല, ഓൽക്ക് നമ്മൾ കാണൂല. മേലെ കയറി കാണും. എന്താ വെച്ചാൽ അതിന്റെ എടീക്ക് കാണൂല. ഇപ്പൊ നമ്മള് ആ വൈകാട്ടി മൂപ്പനെ എവിടെ അന്തമുട്ടിക്ക് അവിടെ പോയിട്ട് കുറച്ചു മിനിറ്റ് കയറി സിമ്പിളായിട്ട് നടന്നൂടെ അങ്ങോട്ട്? സിമ്പിളായിട്ട് ഇറങ്ങാത്രേ. നായ്ക്കളൊരു കശ്ശേരി. ഞങ്ങളെ ഹെവി ട്രക്കിങ്ങിന് ശേഷം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. സാമ്രാജ്യം ഗ്യാങ് സാമ്രാജ്യം പക്ഷെ ഇത് അൺഓതറൈസ്ഡ് ഏരിയ ആണ്. ആരും ശ്രമിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ പേര് പറയരുത്. അതിക്രമിച്ച് കയറിയാണ് ഞങ്ങള്. വേറെ വ്യൂ ആണ്. നോക്കാം, പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ്. ജനങ്ങൾ നശിക്കും തോന്നുന്നുണ്ട്. ഇപ്പൊ ജനങ്ങൾ നശിക്കും, പ്രകൃതി ജയിക്കും.
അപ്പൊ ഇനി ഇനി അടുത്തത് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഈ സൈഡ് വീണ്ടുവാ നമ്മള് അതിജീവിക്കും. ആ നേരത്തെ ബൊട്ടാണിക്കൽ 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 ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ഹായ്. അങ്ങനെ നമ്മള് ബൊട്ടാണിക്കൽ റീച്ചായി. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ബൊട്ടാണിക്കൽ 6:30 ക്ലോസ്ഡ് ആണ്. പക്ഷെ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് പ്രശ്നമില്ല. കാരണം ഞങ്ങള് നീലഗിരീസ് സ്റ്റാർട്ടേഴ്സാണ്. ഞങ്ങൾക്ക് എത്ര റൈറ്റ് ഒന്നും പറയാൻ അറിയില്ല. തുടക്കക്കാരായതുകൊണ്ട്. അല്ല ചോളകം കടല ചോളകം 4 പീസാക്കാം. രണ്ടെണ്ണം ഉണക്കാം. 2 ചോളം 4 പീസാക്കാം. 2 ചോള 4 പീസാണ്. ശരിമാ அவ்வளோவா அவ்வளோவா ஐமா இப்படி தம்பி 2 பேர் கொடு கொடு அழகா எவ்வளோ ഒന്നക്ക് ഇതിങ്ങനെ വിളിച്ചു. നീലഗിരിയിലെ മധുരങ്ങൾ തെളിയിക്കുന്ന ഒരു പ്രത്യേക തരം കോണാണ്. വരില്ല ചൂടാണ്. എന്താ എന്താ കാട്ടിയോനി വാവ് ഇത് തണുപ്പത്തെ ഒരു ചൂട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഓ ദാറ്റ്സ് അമേസിങ്. ടൈമിങ് ഏറ്റവും 6:30 വരെ. ഇപ്പൊ സമയം കൃത്യം എത്ര? കേറല്ലേ ഇപ്പൊ നിലവിൽ സമയം എത്രയൊന്നും നോക്കാം. എന്തിനാ 500 കളി? വീഡിയോ ക്യാമറക്ക് 100ഉം ഫോട്ടോഷൂട്ടിന് 5000. അഡൽട്ടിന് 100ഉം ചിൽഡ്രന് 50. എല്ലാവരും കയറി നോക്കുന്നുണ്ട്. ചെയ്യാനായിട്ട് ഇത്ര ഇഷ്ടം പോലെ ആൾക്കാരെ കയറുന്നുണ്ട്. സംഗതി 6:30 വരെ ഉള്ളൂ. 6 മണി ആയിക്കോളും. 1/2 മണിക്കൂറിനുണ്ട് ഇത്രയും ആൾക്കാർ കയറും. ഇങ്ങനെ നടക്കാം. എന്താണ് ബോട്ടാണി കാണാൻ? അതിന് മാത്രമല്ലേ നമ്മൾ കയറിയിട്ടൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ ഉള്ളു അവിടെ കണ്ടില്ലേ? അത്ര തന്നെ കയറണ്ട. അതിന് മാത്രം ഒന്നും ബൊട്ടാണിക്കൽ കാണാനില്ല. ഫാമിലിനെ പിടിച്ചു നിർത്താല്ല ഒരു ഇത് മാത്രമാണ് ബൊട്ടാണിക്കൽ കാണാൻ. ഇതെന്താ മലമ്പ പണിയെടുക്കണല്ലോ. ആനപ്പഴേക്കും മലമ്പഴക്കൊന്നും തിരക്ക് കൊയ്യൂല. ഒരു ദിവസമൊക്കെ 3 ടൂറിസ്റ്റ് ബസ്സൊക്കെ വന്ന് പോകണം. നമുക്കൊരു കണ്ണാടി വാങ്ങിയാലോ? കണ്ണാടിയാണ് ആണേ 100 അല്ലോ. 100 ഏതെടുത്താലും 100. ഇതൊന്ന് ട്രൈ பண்ணலாமா? ஓ பண்ணலாமா பண்ணலாமேனா அதுக்கு தான் இவ்வளோ இருக்கு. அண்ணா இந்த ഗ്ലാസും ഒക്കെ 100 ഇത് അറിയില്ലെങ്കിൽ പറയണ്ടേ.
മുട്ടിച്ചിട്ട് എവിടെ ഇருக்கு ഇങ്ങ പറ ഇതിന്റെ എവിടെ അല്ലേ ഏഹ് അതിന്റെ ഇവിടെ എന്നെ ആ ഫ്രെയിമേ എടുക്കും. ഇവിടെ ചോദിച്ചാൽ അത് തന്നെ. ഞാനിങ്ങനെ ആക്കാം എന്നെ കണ്ണാടിയിൽ. ഏതെടുത്താലും 100. വെച്ചുണ്ടാവും പറയേ, എനിക്കെങ്ങനെ അറിയാം? മെച്ചണ്ടോ? ഇല്ല. എന്താ 100 ഇവിടെ പോടും. എന്താ 100 എന്താ ബൊട്ടാണിക്കൽ 100 ബൊട്ടാണിക്കൽ ഇവിടെ 100 കണ്ണിലിരിക്കും ആണേ. കണ്ട കണ്ട ഗൾഫുകാരുടെ പത്രാസാണ് വിചാരിക്കും. അങ്ങനെ പറയരുത്, പക്ഷെ പറയണം. പക്ഷേ അങ്ങനെ പറയണം. കാണില്ലേ? അതിന്റെ ഫ്രീ അത് വെക്കൂട്ടോ. അതിനിപ്പം അതാണ് അതിന്റെ രസം. അതും പാടെ വെക്കും. ഇതിന്റെ ഒപ്പം ഫ്രീ ഇട്ടണം. നമ്മളെ കുറേ നേരമായിരിക്കും. കാക്ക ഹംസപ്പാക്ക സൂപ്പറാണ് കേട്ടോ. സൂപ്പർ ആവുന്നുണ്ടല്ലോ നീ. ഷോർട്ട് ആയിക്കോ. ഇതൊക്കെ அப்படியே பேசிட்டு வாங்க. இப்பதான் உங்க ரியல் அண்ணா ஆயிட்டேன். ഞാൻ പിടിച്ചു. எப்படி இருக்கு? வரும் வாரம் ஒரு ட்ரிப் இருக்கு, அதுக்கு தான். ஏய் பே பண்ணு தம்பி. ഓക്കേ. പിന്നെ ഇത് ഞാൻ ഇവിടെ വെച്ച് കേദാർക്കണ്ട് പോകുമ്പോഴാണ്. അയിട്ടടക്ക് അപ്പളെ രസം ഉണ്ടാകുക. ആൾക്കാരാണ് ഇട്ടടക്കേ. വളഞ്ഞു നിൽക്കണമെന്നില്ലല്ലോ. ഓക്കെ അല്ലേ? അയിട്ടടക്ക് അയിട്ടടന്നോ. വളവെന്തേലും അത് പടിയുണ്ട്. അതൊന്ന് കൊണ്ടുവച്ചിട്ട് കേരള പോലീസ്, ഇത് തമിഴ്നാട് പോലീസ്. we are going to the botanical garden street right now. அரை கிலோ போதுமா? 1 கிலோ வாங்க தம்பி. ரொம்ப நல்ல பருக்கி. 1 കിലോ വാങ്ങിട്ടാ ചെറിയ പാക്കറ്റ്. ചെറിയ അവിടെ കൊണ്ടുപോയി തിന്നിച്ചാൽ മതി. അതേ വേണ്ട, അത് കുങ്കിയാനേ വേണ്ട. ഇത് കാട്ടാന, ഇത് കുങ്കിയാന, ഇത് പെരിയാന. അപ്പോ ഞങ്ങള് ബൊട്ടാണിക്കൽ ഗാർഡൻ കഴിഞ്ഞ് വന്നു. ബൊട്ടാണിക്കൽ ഗാർഡൻ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഉള്ളത്തെ ആൾക്കാരൊക്കെ ഞങ്ങളെ കണ്ടേക്ക് പുറത്തേക്ക് വന്നു. 6:30 കഴിക്കണേ. ഞങ്ങൾ ദദ്ദായി നല്ല ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടു. അത് അതൊന്ന് കാണിച്ചു കൊടുത്ത അതൊന്ന് കാണിച്ചു. അങ്ങനോടുണ്ട് എത്ര
രഗിലേ എനസിണ്ട വച്ചാലേ രഗിലേ അഖിലേ അനക്കട്ട അഖിലോ? അഖിലേ രഗിലേ അനസിട്ട വച്ചാലേ എന്താ ജസീലേ? എന്താ ഒരു എന്താ മധുര ഒരു നാറ്റം. മതി നമ്മള് നീ പ്രൈവസി ആർക്കും വേണ്ടാത്തെ. ബാബ്രു ബാബ്രു അതിന്റെ പറഞ്ഞാണ് ഇതുവരെ എത്തിയത്. രാവിലത്തെ കഥ ഒന്നും പറയണ്ട. എന്താ രാവിലത്തെ കഥ? പറയണ്ട പിന്നെ ഇതിന്റെ കുട്ടികൾക്ക് നേരെ കൊടുത്തേച്ചാ കഴിക്കില്ലേ കഴിക്കില്ലേ എസിലേ ഫോൺ അടിച്ചു കുട്ടി വിളിച്ചു കമ്പനിക്കാരൻ. ഹലോ നമ്മള് കുടുംബനാഥനായി കൊണ്ട് ഊട്ടി വരക്കി വാങ്ങി. ഇത് ഇത് അനിയൻ പിന്നെ കുറച്ച് സർപ്രൈസ് ബാക്കിയൊന്നും പറയണ്ട. ഇത് 50 റുപ്യയുടെ ഉമ്മച്ചിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇത് 100 റുപ്യയുടെ അതിന്റെ സെയിം സാധനം 100 റുപ്യ അപ്പുറത്തെ കടയിൽ. രണ്ട് കടയിൽ വാങ്ങിക്കുക. 50 ഇത് ഓന്റെ ഓൾ കൊടുക്കാം. അല്ല ഇത് ഓന്റെ ഇതാണ്. ഗസ്റ്റ് ചെയ്യൂ കമന്റ് പറയും. ഈ കോൾ വിളിക്കുന്ന ആൾക്കാരെ ഇത് ആർക്കാണ് നിങ്ങൾ ഗസ്റ്റ് ചെയ്യുമോ? ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്ക്. ഞാൻ ഓർത്ത് പറഞ്ഞിരുന്നു ഇവനാണ് ഈ ക്യാമറമാൻ ശരി കള്ളക്കാട് അതെങ്ങനെ കളി അറിയില്ല കളി അറിഞ്ഞല്ലോ. യൂണോ അല മാദ്രിദ് എനിക്ക് ഷെഫ്ല് ചെയ്യാൻ അറിയില്ല. എനിക്ക് കളിക്കാനല്ലേ അറിയൂ. അടുത്ത കള്ളക്കാട് പവർ കാർഡ് കേട്ടോ. ഏറ്റവും പവറിലും കൂടിയ കാർഡ് അറിയോ? വിഷയല്ല. തട്ടൂല പറഞ്ഞ തട്ടൂല തന്നെയാണ്. ഒരു നായി അവിടെ വന്നിരിക്കടഞ്ഞു കുളിച്ചാ പോകാനോ? പിന്നെ അത് വ്ലോഗ് ഉണ്ടായിട്ടൊന്നും പറയില്ല. അതായത് ഒരു കള്ളക്കാട് വീണ്ടും കള്ളക്കാടൊക്കെ മാറ്റി. ഇനി കിട്ടിക്കാൻ പറഞ്ഞ അപ്പുറത്തെ കാർഡ് തരാം. പിന്നെ തള്ളിടിച്ച് ചേർപ്പളേ തലപ്പാ വേണ്ട എടുക്കുക. എന്നാ എനിക്ക് ഒന്നേ ഞങ്ങൾക്ക് അറിയാത്ത കുറച്ച് ഞാൻ പറഞ്ഞുതരാം. റൂള് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. റൂൾ എന്ന് പറഞ്ഞാല് 4 കളറുണ്ട്. 4 കളർ പറഞ്ഞാൽ ഒന്ന് ഗ്രീൻ, ഒന്ന് ബ്ലൂ, ഒന്ന് റെഡ്, ഒന്ന് യെല്ലോ. 4 കളറുണ്ട്. പറയുന്നത് കേക്ക് അല്ലേ? 4 കളർ ഓക്കെ അല്ലേ? ഈ കളറിലൊക്കെ 1 മുതൽ 9 വരെ ഉണ്ടാവും. ഈ കളറിലൊക്കെ കാടള എല്ലാതും 1 മുതൽ 9 വരെ ഉണ്ട്. ഓക്കെ. അത് കൂടാതെ വേറെ സിമ്പിൾസ് ആണ്. ഒന്നിത്
ഒന്ന് ഇത് പിന്നെ കളികളൊന്നുണ്ട് ഒരു ഇതൊക്കെ 9 പീസില്ലേ? അതൊക്കെ 4 പീസ് ഉണ്ടോ? ഇത് 2 എണ്ണം ഇത് 2 കളികളൊന്നുണ്ട്. എത്ര പീസ് ഒരു തെറ്റില്ല. ബ്രെഡിൽ 2 എണ്ണം യെല്ലോ 2 എണ്ണം 2 എണ്ണം അങ്ങനെ. എന്നിട്ട് നമ്മള് ബ്രെഡ് ഇവിടെ ഗ്ലാമർ മിസ്റ്റേക്ക് നോക്കണ്ട. ഇവിടെ ആരും ഗ്ലാമർ മിസ്റ്റേക്ക് നോക്കണ്ട. അപ്പൊ ഇതൊക്കെ ഉണ്ടാവും. ഇതിന്റെ പവർ എന്താ വെച്ചാല് ഇപ്പൊ നമ്മളിങ്ങനെ കളി പോയിച്ചു. ഒരാൾക്ക് 7 കാർഡ് ഉണ്ടാവും കയ്യില്. കാർഡ് എപ്പോ തീരണോ അപ്പൊ ഓൻ ജയിച്ച്. കാർഡ് തീർക്കാൻ വേണ്ട. ഓക്കെ അല്ലേ? ഇത് ഇട്ട് കഴിഞ്ഞാലില്ലേ ഇത് ഇടണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ബ്ലൂ വരണം. ഇത് ഇടണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ബ്ലൂ വരണം, അല്ലെങ്കിൽ ഈ സെയിം സാധനത്തിൽ വേറെ കളർ വരണം. നമ്പറും അങ്ങനെ തന്നെ. ഇപ്പോൾ ഈ നമ്പർ ഇടുമ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് വരണം, നീല വരണം, അല്ലെങ്കിൽ ഈ സെയിം കളറിൽ 7 വരണം, അല്ല വേറെ കളറിൽ 7 വരണം. അങ്ങനെ അത് ഫസ്റ്റത്തെ കളി നമുക്ക് ഒരു ഇതുണ്ടാവും, മപ്പുണ്ടാവും. അന്നെ പ്രൊവാക്കുള്ള ഇത് ടീമൊന്നല്ല കേട്ടോ. എന്റെ സാധനം കാണിച്ചു കൊടുക്കാൻ പറ്റൂല കേട്ടോ. എന്റെ സാധനം ജന വെക്കണം. പിന്നെ എല്ലാവരും ഇതേമാതിരി ഒന്ന് അടിക്കുക. ഓരോ കളറൊക്കെ ആയിട്ട് നല്ല നല്ലൊരു അടുക്കൽ അടിക്കുക. അടിക്കാൻ്റെ മുമ്പ് ദബിന്റെ എന്റെ അടുക്കലൊക്കെ കണ്ടുകഴിഞ്ഞാലേ ഇത് മറ്റേ കാലം കിട്ടൂലേ? ഊട്ടി വായിച്ചു മറ്റേ കേട്ടോ കിട്ടൂലേ? കണക്ക് വയ്ക്കും അത്. ഇതുകൊണ്ട് കിട്ടൂലേ? കാട് കട്ടില്ല കട്ടില്ലേ വളയില് വെറുതെ കാട്ടെ ക്യാമറക്ക് വേണ്ടിട്ട്. എന്തിനാ വെറുതെ ഇനിയൊരു 60 ഉറുപ്പിക കൊടുക്കണ്ടേ? പേപ്പറാണത്. ഇത് പേപ്പറാണേ. ചോയ്ക്കോയി സക്കീരായി അണക്കേറ്റ് വയ്ക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? അമ്മക്ക് നമ്മളെ മറ്റേ സാധനം എടുക്കുള്ളൂ. ഏത്? നാടന്. എന്നാ പോരെ ഇവിടെ സെന്ററിലെ കാട് പോരെ. സുഗതൻ പറയുന്നത് എന്താണ്? കാട് പോരായിട്ടാണ് നമ്മളിതൊക്കെ പ്രോണേ. അവിടെ ഇതിന്റെ ദിവസക്കണക്കിനാണ് കളി. എന്താ കാണുന്നുണ്ടോ 5 ഓ ഈ കളർ കളി അറിയാം എനക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഇല്ല ആരും കണ്ടിട്ടില്ല. 7 എണ്ണ മതി കളിക്ക്. ഇങ്ങോട്ട് ശരിക്ക് അപ്പൊ ഞാൻ കളിച്ചാ. ഇപ്പൊ എനിക്ക് 7 കിട്ടി. ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടല്ലേ വരിക? എനിക്ക് 7 കിട്ടിയപ്പോ എനിക്ക് കളിക്കാം. അല്ല തുടക്കം ആർക്കും വേണമെങ്കിലും കളിക്കാം. ഞാൻ കളിക്കണമെന്നുള്ളൂ. അപ്പൊ എനിക്കൊന്നല്ലെങ്കിൽ പറയട്ടെ ഞാൻ ഇടണം നോക്കേ. എനിക്ക് ഒന്നല്ലെങ്കിൽ 7 ഇടാം. ഏത് കളറിൽ 7 ഇടാം. അല്ലെങ്കിൽ ആ കളറിനെ ഇടാം. ആ ഏത് നമ്പർ ഇടാം. വലിയ പൊന്നാ വലിച്ചതും പെട്ടു. കാടധികാവും ചെയ്തു. അവൻ 9 ഇട്ടത്. അവൻ ബ്ലോക്കാണ് ഇട്ടത്. അവൻ നീ കളിച്ചു അതിന് ഉണ്ടായിട്ട് കളി എന്നാ വലിച്ചോ നോക്കട്ടെ. ഏതാ കാർഡ് നോക്കട്ടെ. നീ ചൂറ് റെഡ്. ഇത്രയും കാർഡ് ഉണ്ടായിട്ട് എന്ത് റെഡില്ലാതെ 5 മിഞ്ച അഞ്ചില്ലേ? നിങ്ങളൊക്കെ എന്താ ഇത് എത്ര തീരാനാ? ഞാൻ വെറുതെ ഇരിക്കേണ്ടി വരുമോ? നീ കളി ആ നീലട്ട് തീർത്താ +4. അതിന് ഇജ്ജല്ലേ കളിച്ചണ്ടേ? ആ ദബി അഞ്ചിൽ ഒന്നുമില്ലേ കാർഡ്? അതിക്ക് ആ നമ്പർ ഉണ്ടെങ്കിലും ഇടാട്ടോ. സെയിം നമ്പർ ഉണ്ടെങ്കിലോ? സെയിം നമ്പർ വേറെ ആ സെയിം നമ്പർ ഒറ്റ നമ്പർ വേറെ ഏത് കളറിലാണെങ്കിലും ഇടാം.
അത് പറഞ്ഞ കേക്കണ്ടേ. ഇപ്പൊ ലാസ്റ്റ് ആരാ ഇത് 4 ഇടക്ക് അതേപോലെ തന്നെ 4 കളർ ചേഞ്ച് ഇടാം. മാരി ഹൈപ്പിട്ട് വന്നിട്ട് കാർഡ് എടുക്കേ. ആ ഇട്ടൂലേ ഈ കളിയാരാത്ത രണ്ട മണ്ടന്മാരപ്പോ ഇരുന്ന് വാസ് കാണിക്കണു. ഞാൻ പഠിച്ചു കാണാനുണ്ട് ഒരു കെട്ട് കാട് കഴിയുമ്പോ. ഇജെന്താട്ടന് ഇജ് വലിച്ചല്ലേ? യോ യൂനോ ഒന്ന് കളിച്ച് പൊന്നു ചൂട് ഇജ് കളി ശ്രദ്ധിക്കണല്ലോ കേട്ടോ ചൂറെ. നീട്ടി വിടുന്നു 9 ഇല്ല എനിക്ക്. 9 പറഞ്ഞ നമ്പറില്ല എന്റെ അത് 6 ആ വരല്ലേ ഉണ്ടോ? വരല്ലത് 6 വരല്ലേ വര നോക്കിയത് 6 നോക്കണ്ട അത്രേ ഉള്ളൂ. അത്ര 9 ഇട്ടിക്ക ഒരൊറ്റ അടിയുടെ തന്നാണല്ലോ. വര അടിയിലാണ് ചൂറേ, കണ്ണ് കാണില്ലേ? അത്രേ ഉള്ളൂ. അത് തിരിച്ചിട്ടിക്കേ. ആ 6 തന്നെയാണ്. ദബ് ബ്ലോക്ക് ഇട്ടു നീ ജന്നെ ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാല് സീനാണ്. എന്റെ കളി ബ്ലോക്ക് ചെയ്തു. പൊന്നു ചൂര തല തിരിഞ്ഞിക്കുള്ളേ. ഓ ദബ് ട്രാക്കിൽ കേറി നിക്ക് എടാ നിക്ക പ്ലസ് 4 ആയിക്കാണ്. ഇല്ല 8 ആ ഇടുമ്പോ വിളിക്കണം. 2 കാർഡ് വിട് കച്ചറണ്ടാക്കില്ല നമ്മള് ശാന്തിയുടെ സമാധാനം. അപ്പൊ ലാസ്റ്റ് 2 കാർഡ് ആകുമ്പോ ചോദിച്ചു ഒക്കെ അറിയുന്ന മാതിരി ആ 2ാമത്തെ കാർഡ് എഴുതുന്നതിന് മുന്നേ യൂറോ ഇജ്ജ് വലിച്ചെന്റെ ജീവിതം വലിച്ചു തീരും. 3 +4 ഉണ്ടോ എന്റെ +4 ഉണ്ടോ? നിജിടെ ആ നിജി റെഡ് കളി റെഡ് കേട്ടോ. അല്ല പരിഗണന ഒന്നും പറ്റൂല കേട്ടോ. കളി അത് കൊടുക്ക്. നിജിട്ടോ 2 ഇനി ലബീബിട്. ഞാൻ കളിച്ചു പിന്നെ ഞാൻ തന്നെ കളിച്ചു എന്തൊക്കെ കിട്ടുന്നത് ഇതേ വെറുതെ തിരിച്ചാ അല്ലല്ല ഇട്ട കാർഡ് പിന്നെ എടുക്കാൻ പറ്റും. അങ്ങനെ ഓട്ട് 2 ഓ 2 ഇട്ടിക്കാണ് പ്രസറിൽ ഇട്ടിക്കാണ്. ദബ് പ്രസറായ അങ്ങനെ റിവേഴ്സ് ഉണ്ടെങ്കിലേ റിവേഴ്സ് ഇടാൻ പറ്റുള്ളൂ. ആ അങ്ങനെ കേറിട്ടിന്റെ ദബേ ഇങ്ങനെ പൊത്തി പിടിച്ച കണ്ട ആന പ്ലെയറാ. ജനകളി നന്നായി. അന്റെ ഈ ബ്ലോക്ക് ഉണ്ടോ? ഓക്കോ ഈ രാവും പകാലും ഞാൻ എടുത്തരാം. +2 അന്റെ +2 ഉണ്ടോ? ഇജ്ജ് +2 അടിച്ചുക്കണോ? ഏത് കളർ മനസ്സിലായില്ല. +2 ഉണ്ടോ? +2 ഏത് കളറിലും ഉണ്ടോ? നീലുണ്ട്. ഇല്ലെങ്കിൽ ഇത് വലിച്ചുമ്പോ എനിക്ക് +2 കിട്ടും. കാരണം ആരാ ഞാനാ വലിച്ചണേ. അല്ല അത് ഫൈന് വലിക്കുമ്പോ കളിക്കാൻ പറ്റൂല. എന്ത് ഫൈന് വലിക്കുമ്പോ കളിക്കാൻ പറ്റില്ല. എന്താ പല നയമാണ് കണ്ടോ. ഇല്ലടാ ഫൈന് വലിക്കുമ്പോ കളിക്കാൻ പറ്റൂല. ഇങ്ങനെ ഒരു കളിയിൽ ഇങ്ങനെ അല്ലല്ല +2 വെച്ച് ഇട്ടിട്ട് ഓന് ഇതൊന്ന് വലിച്ചു കിട്ടിയ ഓനക്ക് +2 ഇട്ടേ. അത് ഇല്ലാത്ത കളി കളിച്ചാല് ഫൈന് വലിച്ചാൽ അവന്റെ കളി കഴിഞ്ഞ്. ഫൈൻ എന്താ ഫൈന്
2+ഉം 4+ഉം ഫൈനാണ്. അത് വെച്ചാൽ കളിക്കാൻ പറ്റൂല. അല്ല ഓൻ ഇനി കാർഡില്ലാതെ വലിച്ചിട്ടാണ് അവനിക്ക് കളിക്കാം. ഒരു കാര്യം ചെയ്തേക്ക് എന്റെ കയ്യിൽ വെക്ക്. കജ്ജിൽ വെക്ക്. ഇടാട്ടോ, നമുക്ക് ഇടാട്ടോ. മര്യാദക്ക് തെപ്പിട്ടിക്കാണെങ്കിലും 6 ഇജ്ജുണ്ട്. എന്തിനാ ഇത് ഓന്റെ കഴിഞ്ഞില്ല 5 ചിട്ടു. എന്റെ കളി പോയില്ലേ, ഞാൻ 2 വലിച്ചില്ലേ. ഗൈസ് ഇവിടുത്തെ കളിക്ക്.